വെൽക്കം ഓൾ. നമ്മൾ പുതിയൊരു കൺട്രിയിലേക്ക് പോവാണ്, അർമേനിയയിലേക്കാണ്. ഈ ഒരു വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പ് കൂടിയാണ് കേട്ടോ. അത് 1000 ദിറംസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യപടിയായിട്ട് തന്നെ വിസേറിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 298 ദിറംസിനാണ്. ഓൾമോസ്റ്റ് 300 ദിറംസിന് നമ്മൾ റിട്ടേൺ എടുക്കുന്ന ഫ്ലൈറ്റ് റെഡിയായി. വിസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടുള്ള അതുപോലെ യു എ റെസിഡൻസ് ഉള്ള ആളുകൾക്ക് ഓണറേബിൾ കിട്ടുന്ന കൺട്രിയാണ്. ഞാൻ ഈ വിസയായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണിക്കുന്ന ലിങ്കിൽ ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻസും കൊടുക്കണം. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് ഓണറേബിൾ ആണ്. വെറും 30 ദിറംസ് മാത്രമേ അതിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. $7 ആണ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഈ പോകുന്ന ബസ്സാണ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ യൂസ് വളരെ ചീപ്പാണ്. എമിഗ്രേഷൻ ആകെ എന്നോട് എന്തുകൊണ്ട് അസർബൈജാനിൽ പോയെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. കാരണം അസർബൈജാൻ അർമേനിയയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രം. ബാക്കിയെല്ലാം സ്മൂത്ത് ആയിരുന്നു. ഞാനിവിടെ ഡോളർ കൊണ്ടുവന്നിട്ട് സിറ്റിയിൽ നിന്ന് ചേഞ്ച് ആക്കി ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ റേറ്റ് തന്നെ കിട്ടുന്നുണ്ട് ഇവിടെ. അത് മാത്രമല്ല ഒരുപാട് യു എയിലൊക്കെ ഉള്ള ആളുകൾ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ദിർഹംസും ഇവിടെ അക്സെപ്റ്റബിൾ ആണ്. നമുക്ക് കറൻസി പുറത്ത് കൊണ്ടുവന്നിട്ട് ദിർഹംസും മാറ്റിയെടുക്കാവുന്നതാണ്. അർമേനിയയിലാണുള്ളത്. സോ അർമേനിയയിൽ ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. സോ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. സോ നമ്മൾ ആ സ്ട്രീറ്റിലൊക്കെ നടന്നു വന്നിട്ട് ആരാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഇതുപോലെ എല്ലാ ബിൽഡിങ്സിനുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഗുഹ പോലുള്ള സംഭവം ഉണ്ടോ, പക്ഷെ ഭയങ്കര രസമാണ്. ആ ഒരു പഴയ ആർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പർ. ഇവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷൻ ആണോ, ഒക്കെ ഒരു USSRന്റെ കാലത്തുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആ ഒരു ടച്ച് ഉണ്ടായിരുന്നു ഒക്കെ അവിടെ നിന്നുണ്ടാക്കി. പിന്നെന്താ നേരെ വന്നിട്ട് എന്താ അണ്ടർഗ്രൗണ്ട് സൂപ്പർ അല്ല, ഒരു മെട്രോ സ്റ്റേഷൻ ആണത്. നേരത്തെ മേലത് കാണിച്ചത് ആ മെട്രോ ആണ് കേട്ടോ. അതായത് അവിടെ വേണ്ടി മെട്രോയും ബസ്സൊക്കെ ഭയങ്കര ചീപ്പാണ്. ബാക്കിയുള്ളത് എങ്ങനെയാന്നുള്ളത് ചെക്ക് ചെയ്യാം. സിറ്റികളും ബിൽഡിങ്സ് ഒക്കെ ആ ഒരു പഴയ റിച്ച് ആൻഡ് ആൻഷ്യൻ ടച്ച് ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മൾ സിറ്റി ടൂറിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യം ഞാൻ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ വന്ന് നോക്കി. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊന്നും ബസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ഊബർ വിളിച്ചു. അയാളോട് എൻ്റെ 2-3 സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ സ്ഥലത്തേക്ക് പോകാൻ എത്ര പേയ്മെൻറ്റ് എന്ന് ചോദിച്ചു. പക്ഷേ ആക്ച്വലി ഇതൊരു ഫുളിഷ് തീരുമാനമായിരുന്നു. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് തന്നെ ഒരു 1 വേ ടൂറിസ്റ്റിൻ്റെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു 7500. ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ടൈമായിട്ട് മാച്ച് ആകാത്തതുകൊണ്ട് ഞാൻ ഇയാളെ വിളിക്കായിരുന്നു ഇത്. അപ്പോൾ 14,000 ഇയാൾക്ക് കൊടുത്തു. ഇപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ ഇതാണ്, സിംഫണി ഓഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞ സാധനമാണ്. 40ഓളം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്തുള്ള പർവ്വതങ്ങളിൽ നിന്ന് ലാവ പൊട്ടുകയും ആ ലാവ വന്ന് ഈ ഒരു കാർണി ഓഫ് ജോർജ് എന്ന് പറഞ്ഞ ഏരിയയിൽ വന്ന് ഈ പാറപ്പുറങ്ങളുടെ മുകളിൽ ആ ലാവയുടെ ഒരു എഫക്റ്റ് കാരണമാണ് ഇങ്ങനെ ഒരു ഷേപ്പിലുണ്ടായെന്നാണ് പറയുന്നത്. ഇത് ഒരുപാട് ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് സിംഫണി ഓഫ് സ്റ്റോൺസ് എന്നാണ് ഇതിന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ, കാണാൻ തന്നെ നല്ല രസമാണ് ഇങ്ങനെ ആയതുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ സംഭവിച്ചാണ്. ഇത് 200 ഡ്രാം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന ലൊക്കേഷൻ ഇതായിരുന്നു. ആക്ച്വലി ഇത് കഴിഞ്ഞ് നമ്മുടെ ഒരു മൊണാസ്ട്രിയും അതുപോലെ തന്നെ ഒരു ഗാർണി ടെമ്പിളും പോകുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒരു നമുക്ക് 7500-നൊക്കെ 1 വേ ടൂർസ് അല്ലെങ്കിൽ ചില വാൻ ടൂർസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇയാളെ പേഴ്സണലി വിളിച്ചുകൊണ്ടാണ് നമുക്കൊരു 14,000 അടുത്ത് ഡ്രാം പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഗാർണി ടെമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ലൊക്കേഷനാണ്. പക്ഷെ നമുക്ക് പോയി വന്നപ്പോൾ വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മളിട്ട് ലൊക്കേഷൻ മാറിപ്പോയി. അങ്ങനെ എനിക്കത് ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ അടുത്തെത്തുമ്പോൾ എന്തായാലും മിസ്സാവാതെ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഗാർണി ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് ക്രിസ്ത്യാനിറ്റി എന്ന റിലീജിയനായിട്ട് വളരെ ഒരു ബന്ധമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഒഫീഷ്യലി ആദ്യമായിട്ട് ഒരു സ്വീകരിച്ച രാജ്യം എന്ന് പറയുന്നത് അർമേനിയാണ്. അപ്പോൾ ഈ കാണുന്നത് ജഗാഡ് മൊണാസ്ട്രിയാണ്. ഈ ജഗാഡ് മൊണാസ്ട്രിയിൽ 12-ാം നൂറ്റാണ്ടിൽ അവർ പറയുന്നത് ക്രിസ്തുവിനെ തറച്ച കുന്തം ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് റിലീജിയസ്ലി വളരെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ജഗാഡ് മൊണാസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി കണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ മേഘതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റിലീജിയസ്ലി ഒരു ഇതുള്ളതാണ്. അർമേനിയയിൽ ഇതുപോലെ ഒരുപാട് മൊണാസ്ട്രീസ് ആണുള്ളത്. പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ മൊണാസ്ട്രി നിൽക്കുന്നത് ഓരോ നല്ല ലൊക്കേഷൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ വേറെയും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ വന്നത് ഈ സിംഫണി ഓഫ് സ്റ്റോൺസ്, ആസാദ് വാലി, അതുപോലെ തന്നെ ജഗാഡ് മൊണാസ്ട്രി ഒക്കെ ഒരു സിംഗിൾ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ അതെല്ലാം കവർ ചെയ്ത് തിരിച്ചു വരാവുന്നതാണ്. പിന്നീട് തിരിച്ചു വരുന്ന റൂട്ടിൽ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് കണ്ടു. സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ ഉണ്ടാകുന്ന നാച്ചുറൽ ഫ്രൂട്ട്സ് ആണ്. ഈ ഇതുപോലുള്ള ആളുകളുടെയൊക്കെ ഫാമിലുണ്ടാകുന്നത് അവരോട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകുമ്പോൾ കഴിക്കാന്നുള്ള ലെവലിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ ചീപ്പാണ്. അർമേനിയയിൽ ഈ ജെറി ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണ്, സ്ട്രോബെറീസും ജെറീസൊക്കെ.
കോഴിക്കോട് വെള്ളത്തിന്റെ പരിപാടിയൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഇവിടെ ഫാമിൽ ഉണ്ടാവുന്ന നല്ല അടിപൊളി ഫ്രഷ് സാധനം വരുമ്പോ ഒന്ന് കഴിച്ചു നോക്കാം. ശരിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ ആകെ ഒരു ഗാർണി ടെമ്പിൾ മിസ് ചെയ്ത സങ്കടത്തിൽ വന്നു. കുറച്ച് പേയ്മെന്റ് അധികം കൊടുക്കേണ്ടി വന്നുകൊണ്ട് ആ സ്ഥലം മിസ്സായ ഒരു സങ്കടം ഉണ്ടായിരുന്നു. തിരിച്ചെത്തിയ സമയത്താണെങ്കിൽ യെരവനിലെത്തിയപ്പോൾ മഴ പെയ്യാനും തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഹോസ്റ്റലിൽ പോയി വെയിറ്റ് ചെയ്തു. ആകെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ഒരു ഹെവി റെയിൻ ആയിരുന്നില്ല, സ്റ്റിൽ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി മാറി. നല്ല രസമുണ്ടായിരുന്നു ലൊക്കേഷൻസ് ഒക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അർമേനിയയിൽ നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരുപാട് സ്റ്റാച്യൂസ് കാണാൻ പറ്റും, ഒരുപാട് മോണുമെന്റ്സും ഉണ്ട്. ഇവരുടെ മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെയുള്ള ഒരുപാട് പ്രശസ്തമായ ആളുകളെയൊക്കെ ഇവരുടെ മോണുമെന്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ പ്ലാനിൽ മെയിൻലി ഈ സിറ്റി ടൂർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്നുള്ള ലെവലിൽ. അങ്ങനെ ഞാൻ അവസാനം എത്തിയ ലൊക്കേഷനാണ് ഈ കാണുന്നത്. കാസ്കേഡ് കോംപ്ലക്സ് ആണ് ഈ പറയുന്നത്. ഈ കാസ്കേഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന അർമേനിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവെർട്ടിൻ സ്റ്റോൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 9 വർഷത്തോളം അടുത്ത് 1980 ഇത് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ഈ ഒരു സ്റ്റോൺ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെൻ്റെ മുമ്പിൽ ഈ കാണുന്നത് ഒരുപാട് സ്റ്റെപ്സ് കാണാം. നമുക്ക് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 572 സ്റ്റെപ്സ് ആണ് ഇതിൻ്റെ മുകളിലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന സ്റ്റോൺ ഈ കയറി പോകുന്നതിൻ്റെ ഉള്ളിൽ അവരൊരു മ്യൂസിയം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെയറിന് പകരം ഉള്ളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എസ്കലേറ്റേഴ്സും എലിവേറ്റേഴ്സൊക്കെ അവൈലബിൾ ആണ്. അതിലൂടെ പോകാം. നിങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്ന മ്യൂസിയം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇതേപോലുള്ള ഓരോ സ്റ്റേഷൻസിലും നമുക്ക് 2 ഓപ്ഷൻ, അവിടെയും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, ഇതിലും ഉണ്ടാവും ഒരു ഗാലറി. ഇവിടേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിലൂടെ കയറാം. ജസ്റ്റ് നമ്മൾ പുറത്തുകൂടെ നടന്ന് മേലോട്ട് കയറാം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഓരോ സൈഡിലൂടെ കവർ ചെയ്ത് തരാം. നല്ല ടൈം എടുത്ത് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കാസ്കേഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ കാസ്കേഡ് നല്ല സൂര്യാസ്തമയത്തിന്റെ ഷോട്ടാണ് കിട്ടുന്നത്. വൈകിട്ടായതോടെ നന്നായിട്ട് വിശക്കാനും തുടങ്ങി. അങ്ങനെ ഒരു ഷവർമയൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. ഈ കാസ്കേഡ് കോംപ്ലക്സിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമാണ് കേട്ടോ. കാസ്കേഡ് കോംപ്ലക്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു സൺസെറ്റ് കാണാനും പറ്റും. അതുപോലെ തന്നെ ഈവനിങ്ങിൽ നിന്ന് നൈറ്റ് ആകുമ്പോഴേക്ക് അവരുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആർട്ട് ഓഫ് മ്യൂസിയം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് കാണാൻ മാത്രമുള്ളതുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു സിറ്റിയുടെ വ്യൂവും കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ നൈറ്റ് ലൈഫ് യെരവനിൽ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ റിപ്പബ്ലിക് സ്ക്വയറിൽ വന്നിട്ട് ഇവിടെ ഫ്ലീ മാർക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്തത് പോകുന്ന റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ ഏരിയയിലേക്കാണ്. റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ ഏരിയയിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഒരു ഫുഡ് കോർട്ട് കണ്ടു, ഫുഡ് സ്റ്റാൾ കണ്ടു. ഫുഡ് സ്റ്റാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇതേപോലെ തന്നെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് സെല്ല് ചെയ്യാണ്. കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേയൊക്കെ അവരുടെ പിസ്സാസും കാര്യങ്ങളും അതുപോലെ തന്നെ വൈന്, ആൽക്കഹോളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് റെയിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ നല്ല ആളുകൾ കുറവായിരുന്നു, കുറഞ്ഞ ആളുകളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കണ്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. അർമേനിയയുടെ ഒരു നൈറ്റ് ലൈഫ് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. പലതരം പരിപാടികളുള്ള ശരിക്കും ഒരു ഓണ മാർക്കറ്റാണ്. കുറച്ച് മഴ പെയ്തുകൊണ്ട് ഇന്ന് ഒരു ആൾക്കാർക്ക് ഒരു കുറവുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന മാർക്കറ്റാണ്. ഫുള്ള് നൈറ്റ് ലൈഫിന്റെ എന്താ പറയാ, ഫുള്ള് മാർക്കറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഓണാണ്. അവിടെ കണ്ടില്ല, ഫുള്ള് ഫുഡ് കാര്യങ്ങള്, ഡ്രസ്സ്, അതേപോലെ ലേഡീസിന്റെ ഒരുപാട് വലകള് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. റിപ്പബ്ലിക് സ്ക്വയർ കാര്യങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും കവർ ചെയ്യാം. നല്ല അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആണ്. Кто на парочку дней, а кто на полчаса. А кто я в жизни твоей, зачем мне это знать?
പിന്നീട് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ഒരുപാട് സ്ട്രീറ്റ് സിംഗേഴ്സും അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടൈൻ ഷോ ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ റിപ്പബ്ലിക് സ്ക്വയർ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഓരോരോ പ്രോഗ്രാംസ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുള്ള് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് മടങ്ങി. ഈ അരവ ഹോസ്റ്റലിലെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിറ്റിയുടെ അടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഇവിടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. മെട്രോസ് ആവട്ടെ, ബസ്സസും കാര്യങ്ങളൊക്കെ ആയാലും. അങ്ങനെ നമ്മുടെ അർമേനിയയിലെ ഡേ 1 നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ രാവിലെ വന്നിറങ്ങി. അതിനുശേഷം നമ്മൾ സിംഫണി ഓഫ് സ്റ്റോൺസ്, ജഗാഡ് മൊണാസ്ട്രി, അതുപോലെ തന്നെ ഗാർഡൻ ടെമ്പിളൊക്കെ പോയി തിരിച്ചു വന്ന് ഈവനിങ് ആയപ്പോൾ നമ്മൾ കാസ്കേഡ് കോംപ്ലക്സ് പോയി നല്ലൊരു ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നീട് റിപ്പബ്ലിക് സ്ക്വയറിലേക്ക് വന്ന് നൈറ്റ് ലൈഫും കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഡേ 1 വൈൻഡപ്പ് ചെയ്യാണ്.